സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള ചാപ്റ്റേഴ്സ് നിന്നാണ് ഒത്തിരി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. ഇതെല്ലാം എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്ങനെയാണ് SCERT പാഠഭാഗങ്ങൾ വളരെ എഫക്റ്റീവായി പഠിക്കുക? ഏതൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ്? അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള ഡൗട്ടുകളാണ് പല ഉദ്യോഗാർത്ഥികളും നേരിടുന്നത്. ഞങ്ങളോട് മെസ്സേജ് ആയിട്ടും അല്ലാതെയും ഒത്തിരി ഉദ്യോഗാർത്ഥികൾ ചോദിച്ചൊരു കൺഫ്യൂഷനാണിത്. സോ ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റാനുള്ള ഒരു ട്രിക്കാണിത് ഈ ഒരു വീഡിയോ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു സ്റ്റഡി മെത്തേഡാണ് ടെസ്റ്റ് സീരീസ്. ഒത്തിരിയധികം ക്വസ്റ്റ്യൻസുകൾ അറ്റംപ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനും നിങ്ങൾ പഠിച്ച സാധനങ്ങൾ എത്രത്തോളം എഫക്റ്റീവായി നിങ്ങളുടെ മൈൻഡിൽ പതിഞ്ഞിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്താനും നിങ്ങൾക്ക് സാധിക്കും. ഞങ്ങൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡും ഇത് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ 10th ക്ലാസ്സിലെ 7ാമത്തെ പാഠഭാഗം, അതാണ് സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന് പറയുന്നത്. ഈ ഒരു പാഠഭാഗത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഒരു വീഡിയോ. ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് 25 ചോദ്യങ്ങളാണ്. എന്നാൽ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് 5 ചോദ്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിലൂടെ തന്നെ എത്രത്തോളം പാഠഭാഗങ്ങളിലെ പോർഷൻസ് കവർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ വീഡിയോയിലേക്ക് വരാം. ഫസ്റ്റ് ചോദ്യം ഇതാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന, നമ്മളൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ശരിയായ പ്രസ്താവനയാണോ തെറ്റായ പ്രസ്താവനയാണോ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതിനും അത്തരത്തിൽ ഉള്ളൊരു ഇമ്പോർട്ടൻസും കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ശരിയായ പ്രസ്താവന എന്നുള്ളത് ശരിയായ എന്നുള്ള ആ പോർഷൻ അണ്ടർലൈൻ ചെയ്യുക. അതിനുശേഷം ഓരോ പ്രസ്താവനയായിട്ട് വായിക്കുക. 1951 ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കമിട്ടത്. സോ ഈ ഒരു പ്രസ്താവന SCERT പാഠപുസ്തകത്തിൽ കറക്റ്റ് ഇതേപോലെ തന്നെ കോട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ആ ഒരു പാഠഭാഗത്തിൽ ആസൂത്രണ കമ്മീഷനെ പറ്റിയുള്ള ഒരു പാരഗ്രാഫ് ഉണ്ട്. അതിൽ നെഹ്റു ആസൂത്രണ കമ്മീഷനിൽ പങ്കെടുക്കുന്ന ഒരു ഫോട്ടോ അടങ്ങിയ ഒരു പാരഗ്രാഫാണ്. അപ്പോൾ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. 1951 തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതികൾ വികസന പ്രക്രിയയിൽ വളരെയധികം മുന്നോട്ട് പോകാൻ ഇന്ത്യയെ സഹായിച്ചു. സോ ഇതിൽ നിന്നാണെന്ത് ഈ ഒരു ചോദ്യത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാം. 1952 ഒക്ടോബർ 2 സാമൂഹിക ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. സോ ഇതും വന്നിരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിലെ തന്നെ തൊട്ടടുത്ത ഒരു സെക്ഷനിൽ നിന്നാണ്. അവിടെ പറയുന്നത് ഇന്ത്യ കൈവരിച്ച കാർഷിക വ്യാവസായിക പുരോഗതിയെ പറ്റിയാണ്. അതിൽ ഇങ്ങനെയാണ് അത് കോട്ട് ചെയ്തിരിക്കുന്നത്: കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം, കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 55 പദ്ധതികൾക്ക് 1952 ഒക്ടോബർ 2 അതായത് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിന് അന്ന് തുടക്കം കുറിച്ചു എന്നാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു സെക്ഷനിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1952 ഒക്ടോബർ 2 സാമൂഹിക ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ നിലവിൽ വന്നത് ഹോമി ജെ ഭാഭയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഇത് പറയുന്നത് ഇന്ത്യ ശാസ്ത്ര രംഗത്ത് നേടിയ പുരോഗതിയെക്കുറിച്ച് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഭാഗത്തിൽ നിന്നാണ്. സോ ആ ഒരു ഭാഗത്തിൽ പറയുന്ന ഒരു ലൈനാണ് ഇത്: ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ഭാഭയും ഒപ്പം തന്നെ SN ഭട്നാഗറുമായിരുന്നു. ഹോമി ജഹാംഗീർ ഭാഭ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ആൻഡ് ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. സോ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് മനസ്സിലാക്കാം. അപ്പോൾ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 1, 2, 3 ഓപ്ഷൻ ഡി ആണ് ഉത്തരം എന്ന് പറയുന്നത്. സോ കിട്ടിയില്ലേ പോയിന്റ്? അപ്പോൾ ഈ ഒരു സിംഗിൾ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഈ 3 സെക്ഷനിലേക്കും എത്തിപ്പെടാൻ കഴിഞ്ഞു. അത്രയും പോയിന്റ്സ് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ചാപ്റ്റർ വൈസ് ടെസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന 25 ചോദ്യങ്ങളാണ്. അപ്പോൾ 25 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ഊഹിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം.
അടുത്ത ചോദ്യം ഇതാണ്. ദേശീയ തലത്തിൽ 1952 ഒക്ടോബർ 2 തുടക്കം കുറിച്ച 55 പദ്ധതികളുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നവ ഏതൊക്കെ എന്നുള്ളതാണ്. നോക്കി, നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോയിന്റ് ആയിരിക്കും ചോദ്യമായി വരുന്നതെന്ന് ഓൺലൈൻ എക്സാമ്പിൾ ആണ് ഈ ഒരു ചോദ്യം. നോക്കി, ഇവിടെ നോക്കിയേ, ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ചോദ്യം മാത്രമല്ല ഉത്തരം എഴുതാൻ പറ്റുക. ഇതാ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവും ഈ ഒരു പാഠഭാഗത്ത് തന്നെയാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം. ഇതാണ് 1952 ഒക്ടോബർ 2 തുടക്കം കുറിച്ച 55 പദ്ധതികളിൽ ഉൾപ്പെടുന്ന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. സോ അതാണ് ഒരു ചോദ്യമായി അടുത്ത ഫ്രെയിം ചെയ്ത് വന്നിരിക്കുന്നത്. നോക്കിക്കേ, സെയിം ചോദ്യമല്ലേ. ദേശീയ തലത്തിൽ 1952 ഒക്ടോബർ 2 തുടക്കം കുറിച്ച 55 പദ്ധതികളുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നവ ഏതൊക്കെ? കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം. ഏതില്ല? വിദ്യാഭ്യാസ പുരോഗതി ഇല്ല. സോ അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും 1, 2 ആൻഡ് 4. ഓപ്ഷൻ ഡി. മനസ്സിലായില്ലേ? അപ്പോൾ SCERT വായിക്കുമ്പോൾ നമ്മൾ ഓരോ ഈച്ച് ആൻഡ് എവറി കോർണറിൽ എന്താണ് ചോദ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് PSC കണ്ടെത്തും, PSC അത് ചോദിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരിക്കലും നമ്മൾ SCERTയെ എന്താണ് ജസ്റ്റ് വായിച്ചു വിടുന്ന ഒരു മെറ്റീരിയലായിട്ട് ഉപയോഗിക്കരുത്. പകരം അതിൽ നിന്ന് ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരും എന്ന് നോക്കുക, അത് ഉത്തരം എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷന്റെ തലവൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണെന്നാണ് പറയുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് SCERT പാഠഭാഗത്തിൽ എവിടെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളുടെ രൂപീകരണം, പല പല കമ്മീഷനുകളെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിൾ നമ്മുടെ SCERT പാഠഭാഗത്തിലുണ്ട്. ആ ഒരു ടേബിളിൽ സെക്കൻഡറി കമ്മീഷനുമായി ബന്ധപ്പെട്ട കമ്മീഷൻ എന്ന് പറയുന്നത് ആരാണ്? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. 1952 അവർ നടപ്പിലാക്കിയ പദ്ധതിയാണെന്ത്? ത്രിഭാഷാ പദ്ധതി, സെക്കൻഡറി തലത്തിലുള്ള വിദ്യാഭ്യാസ കമ്മീഷന്റെ രൂപീകരണം, വിവിധോപദേശ സ്കൂളുകളുടെ സ്ഥാപനം, അധ്യാപക പരിശീലന സമിതി തുടങ്ങിയവ. അപ്പൊ സെക്കൻഡറി കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952 അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണെന്ന് മനസ്സിലാക്കാം. രാധാകൃഷ്ണ കമ്മീഷൻ അല്ല, ലക്ഷ്മണസ്വാമി മുതലിയാർ ആണ് സെക്കൻഡറി കമ്മീഷൻ. ഒപ്പം തന്നെ നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കോത്താരി കമ്മീഷൻ 10+2+3 എന്ന് പറയുന്ന വിദ്യാഭ്യാസ മാതൃക തയ്യാറാക്കിയ കമ്മീഷൻ ഏതാണ് കോത്താരി കമ്മീഷൻ. ഒപ്പം തന്നെ ഈ സെക്കൻഡറി വിദ്യാഭ്യാസ തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് നിർദ്ദേശിച്ച കമ്മീഷനും ഏതാണ്? കോത്താരി കമ്മീഷനാണ്. ഒപ്പം തന്നെ മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകൽ. ഇതെല്ലാം ചിലപ്പോൾ ഇനി എന്താണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്. ഫോർ എക്സാമ്പിൾ, ഇന്നലെ ഖാദി ബോർഡിന്റെ തേർഡ് ഫേസ് എഴുതിയവർക്ക് അറിയാം 10+2+3 മാതൃക കോത്താരി കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഇത് ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിൽ ഉൾപ്പെടുത്തി ഒരു ചോദ്യം കൂടെ ആയിരുന്നു. കഴിഞ്ഞ ഒരു വീഡിയോ കാണാത്തവർ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യവും അതിന്റെ ഡിസ്കഷനും മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് SCERT ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം സുപ്രധാന പങ്ക് വഹിച്ചു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്ന ഈ ഒരു ബോക്സിൽ നിന്നാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ശരിയാണ്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. നോക്കിക്കേ അടുത്ത സ്റ്റേറ്റ്മെന്റുകൾ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് മനസ്സിലായേ. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കി, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് DS കോത്താരിയാണ്. അപ്പോൾ ഇത് തെറ്റല്ലേ? ഇത് തെറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തതാണ് ശരി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പോൾ അത് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏവ എന്നുള്ളതാണ്. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാന രൂപീകരണ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ച ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി നമ്മുടെ ടെസ്റ്റിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കിയിട്ട് അത് ടെസ്റ്റിൽ എവിടെയാണ് കിടക്കുന്നത്, എങ്ങനെയാണ് അത് കൊടുത്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. കന്നഡ സംസാരിക്കുന്നവർക്ക് ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചത് 1953 ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചത് 1953 കറക്റ്റ് ആണ്. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല. മൂന്നാമതൊരു പോയിന്റ് കൂടെ ഉണ്ടല്ലേ, കന്നഡ സംസാരിക്കുന്നവർക്കാണോ ആന്ധ്ര സംസ്ഥാനം? അല്ല, തെലുങ്ക് സംസാരിക്കുന്നവർക്കാണ് ആന്ധ്ര സംസ്ഥാനം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇത് ടെക്സ്റ്റിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം.
നോക്കാം. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചു. ആ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ലൈനിൽ തന്നെ നമുക്ക് കിട്ടി. നോക്കിക്കേ, പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആവശ്യമായി സ്വാതന്ത്ര്യ സമര സേനാനിയെ പോറ്റി ശ്രീരാമലു നിരാഹാരം തുടങ്ങി എന്ന് പറയുന്നുണ്ട്. ആര് നിരാഹാരം തുടങ്ങി? പോറ്റി ശ്രീരാമലു. 58 ദിവസത്തെ നിരാഹാരത്തെ തുടർന്ന് പുള്ളിക്കാരൻ മരണമടഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതിനെ തുടർന്ന് പ്രക്ഷോഭം രൂക്ഷമാവുകയും തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം 1953 രൂപീകരിച്ചു എന്നാണ് SCERT പറയുന്നത്. ആന്ധ്രാപ്രദേശ് അല്ല, ആന്ധ്ര സംസ്ഥാനമാണ്. ദെൻ ആന്ധ്രാപ്രദേശ് ആകുന്നത് 1956 മനസ്സിലാക്കുക. ഇനി ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം ഇതേ തുടർന്ന് ശക്തമായി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ ആലോചിക്കുക. ഇതിനെ തുടർന്ന് ഫസലലി ആയിരുന്നു ഈ ഒരു കമ്മീഷന്റെ അധ്യക്ഷനെന്നും HN കുൻസ്രുവും KM പണിക്കറും എന്നിവർ ഇതിലെ അംഗങ്ങളായിരുന്നെന്നും അതിലുള്ള മലയാളി ആയിരുന്നു KM പണിക്കർ എന്നുള്ള പോയിന്റും SCERTയിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അടുത്ത ചോദ്യങ്ങളിൽ അത് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കി. ഇതിനെ തുടർന്ന് 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും 14 സംസ്ഥാനങ്ങളും എന്ത് ചെയ്തു? രൂപീകരിച്ചു എന്നും കൂടെ ഈ ഒരു ടെക്സ്റ്റിൽ പറയുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെന്റുകൾ ഇതിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റും നോക്കാം. ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്ന ആവശ്യമായി നിരാഹാരം തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാമലു. ശരിയാണ്. SCERTയിലുണ്ട്, ശരിയാണ്. ദെൻ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസലലിയാണ്. അതും ടെക്സ്റ്റിലുണ്ട്. 2 പോയിന്റും ശരിയാണ്. അപ്പോൾ 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മനസ്സിലായില്ലേ? ഓരോ പാരഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യം വരുന്നത്, എവിടെയാണ് നമ്മളെ തെറ്റിക്കുന്ന ആ ഒരു പോയിന്റ് കോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ നമ്മൾ വരുത്തുന്ന തെറ്റുകൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ തെറ്റിക്കാനുള്ള ചാൻസസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രതിസന്ധികൾ ഏവ? SCERT ടെസ്റ്റ് നല്ല സമഗ്രമായി വായിക്കുന്ന ഒരാൾ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ ഇങ്ങനെ എടുത്തു പറയുന്ന ഒരു പോയിന്റ് അല്ല, പക്ഷേ ഈ ടെക്സ്റ്റിലെ ഈ ഒരു ചാപ്റ്റർ പൂർണ്ണമായും വായിച്ച ഒരാൾക്ക് മനസ്സിലാകും. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കോട്ട് ചെയ്യുന്ന 3 കാര്യങ്ങളാണ് ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ പറ്റി. അത് 3ഉം ഇന്ത്യ നേരിട്ട ഒരു പ്രതിസന്ധികളുമാണ്. അപ്പോൾ അതിൽ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ് വിഭജനവും അഭയാർത്ഥി പ്രഭാവവും. അപ്പോൾ ഇത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഫസ്റ്റ് പ്രതിസന്ധിയാണ്. രണ്ടാമതാണ് സംസ്ഥാന പുനഃസംഘടന. നമ്മളിപ്പോൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ പോലും പറഞ്ഞു പോയ ഒരു കാര്യമാണ് സംസ്ഥാന പുനഃസംഘടനയെ പറ്റി. ദെൻ മൂന്നാമത്തെ കാര്യമാണ് ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണം. ഫോർ എക്സാമ്പിൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം ചെയ്തതും മറ്റുള്ള കാര്യങ്ങളും. അപ്പോൾ ഇത് 3ഉം എന്താണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വലിയൊരു പ്രതിസന്ധിയായിരുന്നു. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഫോർ എക്സാമ്പിൾ നേരിട്ട പ്രതിസന്ധി അല്ലെങ്കിൽ പ്രതിസന്ധികൾ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഉടനെ ഓപ്ഷൻ 1 ശരിയാണല്ലോ എന്ന് പറഞ്ഞാൽ അത് കുത്താൻ പോകരുത്. പകരം 3 ഓപ്ഷനും വായിച്ച് നോക്കി 4ാമത്തെ ഓപ്ഷനും കൂടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. പെട്ടെന്ന് ചിലപ്പോൾ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ പ്രതിസന്ധി അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഏവാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫസ്റ്റ് ഓപ്ഷൻ കണ്ട് ഇത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് ആൻസർ മാർക്ക് ചെയ്താൽ എന്ത് പറ്റും? തെറ്റിപ്പോകും. ഓരോ മാർക്കും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ദെൻ അടുത്ത 5ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. സൈമൺ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ശരിയാണോ? ഏതൊരു കമ്മീഷനാണ് പറയുന്നത്? സൈമൺ കമ്മീഷൻ അല്ല. എന്താണ്? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ്. ഒപ്പം 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ശരിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. ശരിയാണ്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത്. ശരിയാണ്. ഇതിനി SCERTയിൽ എങ്ങനെയാണ് ഈ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത് SCERTയിൽ ഏത് ഭാഗത്തു നിന്നാണെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഭരണഘടന എഴുതി തയ്യാറാക്കാനായി BR അംബേദ്കർ ചെയർമാനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. ഒപ്പം തന്നെ നിരവധി ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഭരണഘടനയ്ക്ക് രൂപം നൽകി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയ അഭിലാഷങ്ങൾ അതിന്റെ പ്രതിഫലനമായിരുന്നു ഇന്ത്യൻ ഭരണഘടന. 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സോ അടുത്തടുത്ത സ്റ്റേറ്റ്മെന്റുകളിൽ അടുത്തടുത്ത പാരഗ്രാഫുകളിലുള്ള അടുത്തടുത്ത ലൈനുകളാണ് അടുത്തടുത്ത സ്റ്റേറ്റ്മെന്റ്സുകളായി വന്നിരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ
ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒഴികെ ബാക്കി എല്ലാം ശരിയാണ്. അപ്പോൾ എന്താണ് 2, 3, 4 എന്താണ് ശരിയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കൊണ്ടാണ്. ഇപ്പോൾ നോക്കി സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇത് വായിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉപയോഗം ടൈം മാനേജ്മെന്റ് വളരെ ഈസിയായി നടക്കും. ബിക്കോസ് നമ്മൾ മുമ്പ് പരിചയപ്പെട്ട ക്വസ്റ്റ്യൻ ഉത്തരം എന്നുള്ള രീതിയിൽ മാറ്റി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ നമ്മൾ എടുക്കുന്ന സമയം ഇനി മുതൽ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന കുറഞ്ഞു വരും. അപ്പോൾ എക്സാം ഹാളിൽ നമുക്ക് ഒരുപാട് സമയം കിട്ടും, അല്ലെങ്കിൽ സമയം അതുപോലെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കും എന്നുള്ളത് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒത്തിരി പരിചയപ്പെടുന്നതിലൂടെ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം SCERT-യിൽ വളരെ ചെറിയ ഒരു ബോക്സിനുള്ളിൽ കൊടുത്തിരിക്കുന്ന വളരെ രസകരമായ 2 കുട്ടികളുടെയൊക്കെ പടം വെച്ചിട്ട് കൊടുത്തിരുന്ന ഒരു ഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. വിഭജനം സിനിമയിൽ എന്നുള്ളതാണ് ആ ഒരു ബോക്സിനുള്ളിൽ ഹെഡിങ് ആയിട്ട് കൊടുത്തിരുന്നത്. അതായത് വിഭജനകാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ധാരാളം സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഹൃതിക് ഘട്ടിന്റെ മേഘേ ദാക്കദാര, ഒപ്പം തന്നെ MS സത്യുവിന്റെ ഗരം ഹവ, ഗോവിന്ദ് നിഖലാനിയുടെ തമസ്, പമേല റോക്സിന്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നിവ വിഭജനകാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രശസ്ത സിനിമകളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ടേബിളായാണ് PSC ചോദിക്കുക. അതായത് സിനിമകളെ ശരിയായ ജോഡിയിൽ കണ്ടെത്തുക. ഫോർ എക്സാമ്പിൾ ഹൃതിക് ഘട്ടിന്റെ ഏതാണ്, നമ്മൾ ആ ടേബിള് നമ്മൾ ആ ഒരു നോക്കി, ഹൃതിക് ഘട്ടിന്റെ ഏതാണ്, മേഘേ ദാക്കദാര. അപ്പോൾ 1 എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഒന്നാമത്തത് തെറ്റാണ്. അടുത്ത ഗോവിന്ദ് നിഖലാനിയുടെ തമസ് ആണെന്ന് പറഞ്ഞു, അപ്പൊ 2ഉം തെറ്റാണ്. ഇന്ന് പമേല റോക്സ് ട്രെയിൻ ടു പാകിസ്ഥാൻ അതെന്താണ്, ശരിയാണ്. ഇനി MS സത്യുവിന്റെ ഗരം ഹവ ശരിയാണ്. അപ്പൊ ഏതൊക്കെയാണ് ശരി, 3ഉം 4ഉം ആണ് ശരി എന്ന് മനസ്സിലാക്കുക. ഓപ്ഷൻ C ആണ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഓരോ ബോക്സും SCERT-ലെ ഓരോ ബോക്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പറയുന്ന ഓരോ വരിയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചോദിക്കുന്നത് ഈ രീതിയിലാണ്. അതുകൊണ്ട് ഇതിൽ പറയുന്ന ഒരെണ്ണം പോലും നമുക്ക് മിസ് ചെയ്യാതെ എന്ത് വേണം, പഠിക്കണം, ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം എന്നുള്ളതാണ്. കിട്ടിയില്ലേ പോയിന്റ്? ആലോചിക്കാം. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നോക്കി വെറും 5-6 ചോദ്യങ്ങൾ, മാക്സിമം പോയ ഒരു 6 ചോദ്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇത്രയും പോയിന്റ്സ് SCERT-ലെ കവർ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓരോ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എത്രത്തോളം പോയിന്റ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യാം. ടെലഗ്രാമിൽ അപ്ഗ്രേഡ് PSC സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു എംബ്ലം വെച്ചിട്ട് ചാനൽ കാണാൻ സാധിക്കും. അതിനകത്ത് നിങ്ങൾക്ക് LDCയുടെ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. SCERT-ലെ ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ഓരോ ചാപ്റ്ററിൽ നിന്ന് 25 ചോദ്യങ്ങൾ വീതമുള്ള ടെസ്റ്റ് സീരീസുകൾ, നിങ്ങൾക്ക് അങ്ങനെ SCERT ടെസ്റ്റ് സീരീസുകൾ മാത്രം 66 എണ്ണവും, ടോപ്പിക് ബേസ്ഡ് ടെസ്റ്റുകൾ 22 എണ്ണവും, 5 ഫുൾ ടെസ്റ്റുകളും ലഭ്യമാകും ഈ LDC ടെസ്റ്റ് സീരീസിന്റെ ഭാഗമായിട്ട്. സോ നിങ്ങളുടെ റിവിഷൻ എന്ത് ചെയ്യുക, സ്മാർട്ടർ ആക്കുക. മേക്ക് യുവർ റിവിഷൻ ഇൻ എ സ്മാർട്ടർ വേ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്ഗ്രേഡ് PSC. താങ്ക് യു ഓൾ.